എന്തെങ്കിലും ശേഷം സുഖമാണിരിക്കുന്നു കേട്ടോ. UK ഡെയിലി അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഡെയിലി അപ്ഡേറ്റുകൾ തരുന്നുണ്ട്. ഇനിയും കണ്ടിന്യൂ ചെയ്ത് ഡെയിലി അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് എത്തിക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കൺട്രിയിൽ ജീവിക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും ഇവിടെ ഡേ ടു ഡേയിൽ നടക്കുന്നുണ്ട്. സോ അതൊക്കെ നിങ്ങൾക്ക് എത്തിക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു ഗവൺമെൻറ്റിനെ നമ്മളെല്ലാവരും കൂടി വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് നമ്മൾ വിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ വരുന്ന നമുക്ക് വേണ്ട എന്തെങ്കിലും കാര്യങ്ങളോ ഇല്ലെങ്കിൽ അവരുടെ ഈ നയങ്ങൾ എന്തൊക്കെയാണ്, വരുന്ന സമയങ്ങളിൽ പുതിയ ബില്ലുകളോ ഇല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടോ, അത് നമ്മൾ എങ്ങനെയൊക്കെ ബാധിക്കും ഒക്കെ അനലൈസ് ചെയ്ത് കറക്റ്റായിട്ട് നിങ്ങളത് കറക്റ്റ് സമയത്ത് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചുമതല. അതുകൊണ്ട് തന്നെ ചാനൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എൻ്റെനിങ് ആയിട്ടുള്ള കൊച്ചി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക, ഷെയർ ചെയ്യാം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും തന്നെ ഷെയർ ചെയ്ത് കൊടുക്കും. കാരണം UK ജീവിക്കുന്ന എല്ലാവരും തന്നെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല നിയമങ്ങളും നമ്മൾ ഇതേപോലെ വന്നു കഴിഞ്ഞിട്ടാണ് അറിഞ്ഞിരിക്കുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ അവരുടെ ഓരോ ചലനങ്ങളും വീക്ഷിക്കുകയാണ്. സോ ഇന്ന് നമ്മൾ കുറേയധികം കാര്യങ്ങൾ നോക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ കിങ് സ്പീച്ചിലൂടെ തന്നെ നമുക്ക് തുടങ്ങാം. ഈ കിങ് സ്പീച്ചിനകത്ത് പലരും കേട്ടിട്ടുണ്ടാവും. കിങ് സ്പീച്ച് ഇല്ലെങ്കിൽ നിങ്ങൾ ബസ്സിൽ പോകുമ്പോൾ തന്നെ പേപ്പേഴ്സ് കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ന്യൂസുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ജസ്റ്റ് കണ്ടുപോയിട്ടുണ്ടാവും. പക്ഷേ എന്താണ് ഇവിടെ നടന്നത്, ഇല്ലെങ്കിൽ അവിടെ എന്താണ് നമുക്ക് ഗുണമുള്ളത്, അതായത് ഈ പുതിയ ഗവൺമെൻറ്റിൻ്റെ, അതായത് ലേബർ ഗവൺമെൻറ്റിൻ്റെ ഒരു 100 ദിവസത്തെ പ്ലാനുകളെല്ലാം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. കുറേയധികം ഏകദേശം 41 ബില്ലുകൾ അവിടെ അവതരിപ്പിച്ചു. എല്ലാം നമുക്ക് വേണ്ടിയുള്ളത് തന്നെയാണ്. കാരണം ഇവിടെയുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സും കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാമെന്നും, അതുപോലെ സ്കൂളിൻ്റെ കേസുകളിലാണെങ്കിലും സോഷ്യൽ സെക്യൂരിറ്റിയുടെ കേസിലാണെങ്കിലും എന്താ പറയുക, പല പല കാര്യങ്ങളിൽ പല ബില്ലുകൾ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മളത് എല്ലായിടത്തും നോക്കുന്നില്ല. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ ബില്ലുകൾ, അതായത് ഇമിഗ്രേഷൻ, അതുപോലെ എംപ്ലോയ്മെന്റ് റൈറ്റ് ബില്ല്, അതുപോലെ സ്കിൽ ഇംഗ്ലണ്ട് ബില്ല്, ഇങ്ങനെയുള്ള കുറേ ബില്ലുകളൊക്കെ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. സോ അതൊക്കെ നമുക്ക് വേണ്ട കുറേ കാര്യങ്ങൾ നമ്മൾ ഇന്നിവിടെ നോക്കുന്നുണ്ട്. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം നമ്മുടെ ലീഡ്സിൽ ഒരു റിയോട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു പ്രക്ഷോഭം ഇല്ലെങ്കിൽ എന്താ പറയുക, കുറച്ച് പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പലരും അറിഞ്ഞില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തപ്പോൾ പലരും അവിടെ അങ്ങനെ സംഭവം നടന്നോ എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചു. ലീഡ്സിലുള്ളവർക്ക് എന്തായാലും അറിയാതിരിക്കാൻ വഴിയില്ല. അതൊരു വലിയൊരു പ്രക്ഷോഭം തന്നെയായിരുന്നു അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ കിങ് സ്പീച്ചിനകത്ത് നമ്മൾ മെയിനായിട്ട് പോയിന്റ് ചെയ്ത് നോക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ ബില്ലുകളുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒന്ന് എംപ്ലോയ്മെന്റ് റൈറ്റ് ബില്ലാണ്. തീർച്ചയായിട്ടും നമ്മുടെ ലേബർ പാർട്ടി നിലവിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രതീക്ഷിച്ച ഒരു കാര്യം തന്നെയാണ് UK എംപ്ലോയ്മെന്റ് റൈറ്റ്സ് കുറച്ചും കൂടി സ്ട്രോങ് ആക്കുക എന്നുള്ളത്. അത് ലേബർ പാർട്ടി വന്നു കഴിഞ്ഞാൽ അത് വളരെ വ്യക്തമായിട്ട് ചെയ്യുന്നു, വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ലേബർ പാർട്ടി എപ്പോഴും വർക്കേഴ്സ് പാർട്ടിയാണ്. സോ അതുകൊണ്ട് തന്നെ അവരുടെ പല കാര്യങ്ങളും എന്താ പറയുക സപ്പോർട്ട് ചെയ്യുമെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഇവരുടെ തന്നെ പല എന്താ പറയുക ട്രേഡ് യൂണിയൻസിലും നമ്മൾ എന്താ പറയുക അംഗങ്ങളായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടുത്തെ എംപ്ലോയ്മെന്റ് റൈറ്റ് ബില്ല് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കറിയാം, ഏർലി ടെർമിനേഷൻസും അതുപോലെ തന്നെ നമ്മൾ ഒരു കാര്യം നിങ്ങൾക്കറിയാവോ, നമ്മളൊരു പെറ്റീഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ പെറ്റീഷനിൽ ശരിക്കും പറഞ്ഞാൽ UK വരുന്ന ആൾക്കാർ, കെയർ വിസയിലും മറ്റ് വർക്ക് വിസയിലൊക്കെ വരുന്ന ആൾക്കാർ ഇവിടെ വന്നുടൻ തന്നെ ചില അവരുടെ കാരണങ്ങളുണ്ടോ ഇല്ലെങ്കിൽ അവരുടെ അല്ലാത്ത കാരണങ്ങളുണ്ട്, കെയർ ഹോമിൻ്റെ കാരണങ്ങളുണ്ട്, ടെർമിനേറ്റ് ചെയ്തിട്ട് അവരെ ഇവിടുന്ന് ഡീപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇല്ലെങ്കിൽ 60 ദിവസം കൊണ്ട് ഇവിടുന്ന് കയറി പോകാനായിട്ട് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. സോ അതിനൊരു പെറ്റീഷൻ കൊണ്ടുവന്ന് 10,000 സൈൻ നമ്മൾ ഒപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതും ഈ വരുന്ന ദിവസങ്ങളിൽ ഡിസ്കഷനിൽ വരുന്നുണ്ട്. അപ്പോൾ അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ UK വരുന്നവർക്ക് ഒരു സേഫ്റ്റി ഇല്ല. അതായത് സേഫ്റ്റി മീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോബ് സെക്യൂരിറ്റി എന്നുള്ള പരിപാടി ഇല്ല. സോ ഇപ്പോൾ എംപ്ലോയ്മെന്റ് റേറ്റ് ബില്ലിൽ തീർച്ചയായിട്ടും നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ കുറച്ച് ഒരു സന്തോഷമുള്ള കാര്യമാണ്, ക്ലാപ്പ് ചെയ്ത് വരവേൽക്കേണ്ട ഒരു സാധനമാണ്. എന്തെന്ന്, ദിസ് വിൽ ലെജിസ്ലേറ്റ് ടു ഇൻട്രൊഡ്യൂസ് ന്യൂ ഡീൽ ഫോർ വർക്കിംഗ് പീപ്പിൾ ഇൻ ദ ഫസ്റ്റ് 100 days ടു ബാൻ എസ് പ്രാക്ടീസ് ആൻഡ് എൻഹാൻസ് ദ എംപ്ലോയ്മെന്റ് റൈറ്റ്സ്. അത് തീർച്ചയായിട്ടും വലിയൊരു കാര്യം തന്നെയാണ്. മെഷർ വിൽ ഇൻക്ലൂഡ് ബാനിങ് എക്സ്പ്ലോയിറ്റീവ് സീറോ ഹൗസ് കോൺട്രാക്ട് എന്നുള്ള രീതിയിൽ ഒരു പരിപാടി. അതായത് നമുക്കറിയാം, ജോലിക്ക് എടുക്കുന്ന ഇപ്പോൾ സീറോ ഹൗസ് കോൺട്രാക്റ്റിൽ വർക്ക് ചെയ്യാൻ എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അല്ലേ. അവിടെ വർക്ക് ചെയ്യിപ്പിക്കും, ചിലപ്പോൾ ആവശ്യമില്ലെങ്കിൽ പറഞ്ഞപ്പോഴും അതൊരു ജോബ് സെക്യൂരിറ്റി എന്നൊരു കാര്യമില്ല. അത് ബാൻ ചെയ്യും എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഈ 100 ദിവസത്തെ ഈ ലേബർ ഗവൺമെൻറ് 100 ദിവസത്തെ പദ്ധതിക്കിടയിൽ എംപ്ലോയ്മെന്റ് റൈറ്റ് ബില്ലിനകത്ത് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡിങ് ഫയർ ആൻഡ് റീഹയർ ആൻഡ് ഫയർ ആൻഡ് റീപ്ലേസ് എന്നുള്ള രീതിയിൽ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞൊരു കാര്യമാണ്, UK വരുന്ന പലരുടെയും ജോബ് സെക്യൂരിറ്റി ഇല്ലാത്ത കഴിഞ്ഞാൽ വന്നുടൻ തന്നെ അവരുടെയോ അവരുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ടോ ടെർമിനേറ്റ് ചെയ്യുന്നൊരു കാര്യം, അത് എൻഡ് ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു കാര്യം. ഇല്ലെങ്കിൽ അതും ഈ ഒരു പ്രൊട്ടക്ഷൻ ബില്ലിലൂടെ നമുക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടാം എന്ന് വേണമെങ്കിലും നമുക്ക് വിചാരിക്കാം. സോ അതൊരു നല്ലൊരു ബില്ലായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതുപോലെ മേക്കിംഗ് പാരന്റൽ ലീവ്, സിക്ക് പേ ആൻഡ് പ്രൊട്ടക്ഷൻ ഫ്രം അൺഫെയർ ഡിസ്മിസൽ അവൈലബിൾ ഫ്രം day 1 ഓൺ ദ ജോബ്. വളരെ 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 നല്ലൊരു കാര്യമാണ്. UK എല്ലാവർക്കും തന്നെ ഈ ഒരു എംപ്ലോയ്മെന്റ് റൈറ്റ് ബില്ലിനെ ക്ലാപ്പ് ചെയ്ത് തന്നെ വരവേൽക്കേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ. പുതിയ ഈ പറഞ്ഞ ബില്ലിലൂടെ ഈ കുറേ കാര്യങ്ങൾ
സിക്ക് പേയുടെ കാര്യത്തിലാണെങ്കിലും ഫ്ലെക്സിബിൾ വർക്ക് ചെയ്യുന്ന കാര്യത്തിലും പാരന്റൽ ലീവിന്റെ കേസിലാണെങ്കിലും പല കാര്യങ്ങളും അൺഫെയർ ഡിസ്മിസിന്റെ കേസിലാണെങ്കിലും ഇത് വളരെ രീതിയിൽ എടുത്ത് സംസാരിക്കുന്നുണ്ട്. സോ വരവേൽക്കേണ്ട സംഭവം സ്കിൽ ഇംഗ്ലണ്ട് ബില്ല്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗുണം ചെയ്യുന്ന സംഭവമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഗുണം ചെയ്യുന്ന സംഭവമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് സുഖം അല്ലാത്ത കാര്യമാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലേബർ പാർട്ടിക്ക് ഒരു അജണ്ടയുണ്ട്. പുറത്തുനിന്ന് ആൾക്കാരെ ഹയർ ചെയ്യുന്നതിന് പകരം UK-യിലുള്ള ആൾക്കാരെ ട്രെയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ഈ സ്കിൽ ഇംഗ്ലണ്ട് ബിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെജിസ്ലേഷൻ ടു എസ്റ്റാബ്ലിഷ് സ്കിൽ ഇംഗ്ലണ്ട് വിച്ച് വിൽ ബ്രിങ് ടുഗദർ ബിസിനസ് providers and unions, mayoral campaign authorities and national government to ensure we have the highly trained workforce that England needs. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇവിടെയുള്ള ആൾക്കാരെ ട്രെയിൻ ചെയ്യിപ്പിക്കുക, ഇവിടുത്തെ ഷോർട്ടേജ് പരിഹരിക്കുക എന്നുള്ള സംഭവമാണ്. ഇവിടെയുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഒരു നല്ലൊരു പരിപാടി തന്നെയാണ് സ്കിൽ ഇംഗ്ലണ്ട് ബിൽ എന്നുള്ളതിൽ. ഓക്കെ, സോ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ നമ്മൾ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമുക്കത് ചെയ്യാം. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇവിടെയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ യൂസ്ഫുൾ ആവും. അതിപ്പോൾ സ്റ്റുഡൻറ്റ് ഡിപ്പെൻഡൻ്റ് ആയിട്ട് വന്നവർക്കാണെങ്കിലോ ഇല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ PR ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിലോ അത് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. അപ്പോൾ ഇത് ശരിക്കും നമ്മളെ സംബന്ധിച്ചിട്ട് പുതിയതായിട്ട് വരാൻ നിൽക്കുന്ന ആൾക്കാർ കുറച്ച് അടിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാരെ ട്രെയിൻ ചെയ്യിപ്പിക്കുക അത് എത്രത്തോളം പോസിബിൾ ആണെന്നുള്ളത് നമുക്ക് കണ്ടൊക്കെ തന്നെ അറിയണം. എങ്കിലും ആ ഒരു പരിപാടി വന്നിരിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് അടുത്തത് വെച്ച് കഴിഞ്ഞാൽ ബോർഡർ സെക്യൂരിറ്റി, അസൈലം ആൻഡ് ഇമിഗ്രേഷൻ ബില്ല്. ഓക്കെ, എ ബിൽ ടു എസ്റ്റാബ്ലിഷ് എ ന്യൂ ബോർഡർ സെക്യൂരിറ്റി കമാൻഡ്. അത് ഓൾറെഡി നമ്മുടെ ഹോം സെക്രട്ടറി പുതിയ എഡ്രിക് കൂപ്പർ ഓൾറെഡി അത് സ്ഥാപിച്ചിരിക്കുന്നു. പുതിയ ബോർഡർ സെക്യൂരിറ്റി കമാൻഡിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്നിട്ടും ആൾക്കാർ നുഴഞ്ഞു കയറുന്നുണ്ട് എന്നുള്ളതും ഒരു വശത്ത് ഉണ്ട് കേട്ടോ. അത് ഇനി നിൽക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ UK ഗവൺമെൻറ് EU ആയിട്ട് വീണ്ടും ജോയിൻ ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്തയും കൂടി ഞാൻ മുന്നേ തന്നെ കൊടുക്കാം. ആ വാർത്ത ഇത് കഴിഞ്ഞ് ഇപ്പം പറയാം കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ ദ ബിൽ വിൽ ഓൾസോ എയിം ടു എൻഡ് ദ ഹോട്ടൽ യൂസ് ത്രൂ ദ ക്ലിയറിംഗ് ദ അസൈലം ബാക്ക്ലോഗ് ആൻഡ് എൻഷുറിംഗ് ഫാസ്റ്റ് ട്രാക്ക് റിട്ടേൺ ഫ്രം ദ ഇൻഡിവിജ്വൽ കമ്മിങ് ഫ്രം സേഫ് കൺട്രി. ഇതിനകത്ത് ഇനി തൊട്ട് അസൈലം കാര്യങ്ങൾ വളരെ സ്പീഡായിട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കും എന്നുള്ളതാണ്. അതായത് നമുക്ക് ഇപ്പം നമ്മുടെ ഇന്ത്യക്കാരടക്കം അസൈലിടുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം സ്റ്റുഡൻസ് അടക്കം, കാരണം വെച്ചാൽ ഇവിടെ വന്നിട്ട് അസൈലം കിട്ടില്ല, ഇന്ത്യക്കാർ കിട്ടില്ല എന്ന് എല്ലാവർക്കും തന്നെ അറിയാം. എത്ര പ്രാവശ്യം പറഞ്ഞാലും കേൾക്കൂല. പക്ഷേ ഇവർ അസൈലം ഇട്ടിട്ട് അതിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടി കാത്തിരിക്കും. അതൊരു വലിയൊരു നീണ്ടൊരു ടൈമാണ് എടുക്കുന്നത് അസൈലം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ റിപ്ലൈ കിട്ടാനായിട്ട്. പക്ഷേ അത് ഇനി വളരെ ഫാസ്റ്റായിട്ട് തന്നെ ക്ലിയർ ചെയ്ത് കൊടുക്കും. ഇനിയിപ്പോൾ ആ പരിപാടി ഇന്ത്യക്കാരൻ്റെ നടക്കില്ല. ഒന്നാമത് ഇന്ത്യക്കാർ അങ്ങനെ പറ്റിക്കുന്നുണ്ട്, അസൈലം കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ കുറേ ആൾക്കാർ ഇട്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്കും, കിട്ടില്ല ലാസ്റ്റ്. എന്നിട്ട് ആ ഒരു പരിപാടി ഇപ്പോൾ വളരെ ഷോർട്ടാവും, പെട്ടെന്ന് തന്നെ റിസൾട്ട് വരും. റിസൾട്ട് വന്ന് തോറ്റവരല്ല കിട്ടാത്തവരെല്ലാം തീർച്ചയായിട്ടും സേഫ് ആയിട്ട് അവരുടെ തന്നെ കൺട്രിയിലേക്ക്, അതായത് നമ്മുടെ ഋഷി സുനക് റുവാണ്ടയിലേക്കായിരുന്നു അയക്കാമെന്ന് പറഞ്ഞത്. പക്ഷേ അവിടെ റുവാണ്ടയ്ക്ക് അയക്കുന്നില്ല, ഇനി തിരിച്ച് അവരുടെ നാട്ടിലേക്ക് തന്നെ അയച്ചു വിടുന്ന ഒരു പദ്ധതിയാണ്. അതിൽ നമ്മുടെ ഇപ്പോൾ EU ആയിട്ട് റീജോയിൻ ചെയ്തതിന് മെയിൻ കാരണം തന്നെ ബോർഡർ സെക്യൂരിറ്റി ഒന്നും കൂടി ഉറപ്പാക്കുക, ഇതേപോലെ ഇല്ലീഗൽ മൈഗ്രൻസ് വരുന്നതിന് രണ്ട് ഭാഗത്തു നിന്നും തടയുക എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെ. ഈ ഋഷി സുനക് നമ്മുടെ റുവാണ്ട ബില്ലൊക്കെ കൊണ്ടുവന്നിട്ട് ആ ഒരു സമയം ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു പരിപാടി. കാരണം ഋഷി സുനകിന് പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ EU ആയിട്ട് അവർ ബ്രെക്സിറ്റ് കൊണ്ടുവന്നുകൊണ്ട് ഒരു നല്ലൊരു ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ നമ്മുടെ ലേബർ പാർട്ടി അത് പെട്ടെന്ന് തന്നെ ഫാസ്റ്റാക്കി EU ആയിട്ടൊരു നല്ല ബന്ധം സ്ഥാപിച്ചു. ഓക്കെ, എന്തായാലും കൊള്ളാം. മറ്റൊരു അപ്ഡേറ്റ് ഇല്ലെങ്കിൽ ഒരു ന്യൂസിൽ ചെറുതായിട്ടാണ് ഒരു കാര്യം കാണുന്നെങ്കിൽ കൂടി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഗ്രാജുവേറ്റ് റൂട്ട് വിസ, സ്റ്റുഡൻറ്റ് വിസയുടെ കേസിൽ നമുക്കറിയാം ഇപ്പോൾ യൂണിവേഴ്സിറ്റീസ് പാപ്പറായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്റ്റുഡൻസിൻ്റെ ഇടിവാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളൊരു ന്യൂസുകൾ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നാളെ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ മറ്റൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ തരുന്നതായിരിക്കും. മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി റിവ്യൂ അനുസരിച്ച് നമ്മുടെ ഋഷി സുനകിൻ്റെ ടീംസ് ഓൾറെഡി പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗ്രാജുവേറ്റ് റൂട്ട് റിവ്യൂ ചെയ്യുമെന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ കെയർ സ്റ്റാമറിൻ്റെ വ്യൂ ഓൺ ദ ഗ്രാജുവേറ്റ് റൂട്ടിൽ എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇഫ് വി നീഡ് ഹൈ സ്കിൽഡ് പീപ്പിൾ ഇൻ ഇന്നോവേഷൻ ഇൻ ടെക് ടു സെറ്റ് അപ്പ് ഫാക്ടറീസ് എക്സെട്ര ദെൻ ഐ വുഡ് എൻകറേജ് ദാറ്റ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ വേണമെന്നുണ്ടെങ്കിൽ അതിന് ഗ്രാജുവേറ്റ് വിസ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അത് നിർത്താം, അതിനെ പ്രോത്സാഹിപ്പിക്കാം എന്നുള്ള രീതി തന്നെ പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല, അതിൻ്റെ പുറകിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റീസ് പലതും പാപ്പറായി കൊണ്ടിരിക്കുക. കാരണം യൂണിവേഴ്സിറ്റിയിൽ സ്റ്റാഫിനെ പിരിച്ചുവിടുന്നതിൻ്റെ ന്യൂസുകളൊക്കെ കഴിഞ്ഞ 2-3 മാസം മുമ്പൊക്കെ നമ്മൾ തന്നെ ഒരുപാട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ വന്ന ന്യൂസുകൾ നമുക്കറിയാം, യൂണിവേഴ്സിറ്റി വലിയ അവരുടെ കാര്യങ്ങൾ പരിങ്ങലിലാണ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. നാളെ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ. സോ ഒരു ഗ്രാജുവേറ്റ് റൂട്ട് വിസേനെ സംബന്ധിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഗുഡ് ന്യൂസ് ആണ്. നമ്മുടെ കെയർ സ്റ്റാമർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഋഷി സുനകും അത് എടുത്തു മാറ്റാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ അതിനകത്ത് കുറച്ചും കൂടി നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങൾ അറിയുമായിരിക്കാം. സോ ഇപ്പോൾ കിട്ടിയ ഇൻഫർമേഷൻ
ഇൻഫർമേഷൻ അതേപോലെ തരുന്നു. കാരണം വെച്ചാൽ ഗ്രാജുവേറ്റ് റൂട്ട് വിസ തൽക്കാലത്തേക്ക് എടുത്തു മാറ്റാനുള്ള വകുപ്പ് ഇല്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഓക്കെ, ഹാപ്പി ആയില്ലേ? അവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഇനി നമ്മുടെ മെയിൻ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ലീഡ്സിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു റിയോട്ട്, ഒരു പ്രക്ഷോഭം, എന്താ പറയുക, ഈ ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ ലീഡ്സിൽ കഴിഞ്ഞ താമസിച്ച എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഒരു കലാപമാണ് അവിടെ പൊട്ടി പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതായത് വൈകുന്നേരം ഒരു 5 മണിയായപ്പോൾ തന്നെ നമ്മുടെ ലീഡ്സിൽ കലാപം നിരത്തിലേക്ക് ഇറങ്ങി എന്നുള്ളതാണ് നമുക്ക് അറിയാണ്ട് സാധിച്ചത്. ഇന്ന് രാവിലെ എണീച്ചപ്പോഴാണ് ഞാൻ കണ്ടത്. രാവിലെ എണീച്ച് നോക്കുന്നു, സമയം ഒരു രക്ഷയില്ല. അവിടെ ഡബിൾ ഡെക്കർ ബസ് കത്തുന്നു, നമ്മുടെ പോലീസിനെ നിരത്തി കല്ലേറ്, അതുപോലെ തന്നെ പോലീസ് കാറെടുത്ത് മറിക്കുന്നു, കിട്ടിയതൊക്കെ എടുത്ത് കത്തിക്കുന്നു, പിന്നെ എല്ലാം കിട്ടി അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഫുള്ളും ആ ഒരു വീഡിയോ വൈറലാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവം എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ ബിഗ് ബാൻ സിനിമ കണ്ടോ അടുത്ത ദിവസം? ബിഗ് ബാനിലുണ്ടായ പോലെ തന്നെ നമുക്കറിയാം ഇവിടെ ചൈൽഡ് കെയർ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ നമുക്ക് അറിഞ്ഞ വിവരങ്ങൾ ഈ പറഞ്ഞ ന്യൂസിൻ്റെ സോഴ്സുകളൊക്കെ വെച്ചിട്ട് നമുക്ക് മനസ്സിലായത് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഈ പറഞ്ഞ സോഷ്യൽ വർക്കേഴ്സ് ഒരു കുട്ടിയെ കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട്, അവിടെ നിന്ന് കുറച്ച് കുട്ടികളെ കൊണ്ടുപോയി എന്ന് പറയുന്നവരുണ്ട് കേട്ടോ. അതിന് യഥാർത്ഥ സത്യം എന്താണെന്ന് ദൈവം തമ്പുരാൻ അറിയാം. സോ അതവിടെ ഇപ്പോൾ ഇരിക്കട്ടെ. എന്തായാലും അത് കാരണമാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായതും. ഇതുകൊണ്ട് ഇവിടെയുള്ള ആൾക്കാർ അവിടുത്തെ സോഷ്യൽ വർക്കേഴ്സിനെ മർദ്ദിക്കുകയും പോലീസ് വരികയും അതൊരു പ്രശ്നമാവുകയും ചെയ്തു എന്നുള്ളതാണ് മനസ്സിലായത്. പക്ഷെ പ്രക്ഷോഭം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിക്സ്ഡ് കമ്മ്യൂണിറ്റി എന്നുള്ള ആൾക്കാരാണ്. സകലരുണ്ട്. വീഡിയോസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സകല ആൾക്കാരെ അതിനകത്ത് കാണാനായിട്ട് സാധിക്കും. എനിക്ക് ഇന്ത്യക്കാർ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഉണ്ടാവില്ലായിരിക്കും. അപ്പോൾ മറ്റ് ഒരുപാട് ആൾക്കാർ അതിനകത്ത് ഉണ്ട് എന്നുള്ളത് തന്നെ. ഞാൻ ഇപ്പോൾ ആ കമ്മ്യൂണിറ്റീൻ്റെ പേരുകളൊന്നും എടുത്ത് പറയുന്നില്ല, നിങ്ങൾക്ക് ഊഹിക്കാം ആരാന്നുള്ളത്. കമൻറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. കാരണം ലീഡ്സിലുള്ളവർ പ്രത്യേകിച്ച് കാണുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കമൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പ്രക്ഷോഭം ഉണ്ടായിരുന്നത് നമ്മുടെ ഹോം സെക്രട്ടറി അതിനെ അപലപിച്ചിട്ടുമുണ്ട്. നമ്മുടെ യോർക്ക്ഷയർ പോലീസ് അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിറ്റക്റ്റീവ്സിനെയും CIDസിനെയൊക്കെ വെച്ചിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തി. ഇന്ന് കുറച്ച് പേരെ അറസ്റ്റ് ചെയ്തു. ഇനി വരുന്ന ദിവസങ്ങളിലും കുറേ ആൾക്കാരെ അറസ്റ്റ് ചെയ്യും എന്നുള്ളത് രീതി പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇത് ശരിക്കും ഇവിടെ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. നമ്മൾ ഈ ഒരു സ്ഥിതി തുടർന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ അയർലാൻഡിൽ നടക്കുന്ന ഒരു സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലീഗൽ മൈഗ്രൻസിനെതിരെ അവിടെ ഒരു പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇതേപോലെ കത്തിക്കുന്ന പരിപാടികൾ അവിടെയുള്ള ആൾക്കാർ, അതായത് ലോക്കൽ ആൾക്കാർ അവിടെ നിരത്തുകൾ ഇതേപോലെ വണ്ടികളും ഇട്ടൊക്കെടുത്ത് കത്തിക്കുന്നുണ്ട്. കാരണം ഇല്ലീഗൽ മൈഗ്രൻസിനെ ഇവിടെ നാട് കടത്തുക എന്നുള്ള രീതിയിൽ അതേ ഒരു പ്രക്ഷോഭം ഇനി ഫ്യൂച്ചറിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് വളരെ വ്യക്തമായിട്ട് തന്നെ ഇതും മൈഗ്രൻസ് അതിനകത്ത് ഒരുപാട് പേരുണ്ട്. മിക്സ്ഡ് കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പല കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിവേ ഇതൊക്കെ നടന്നിരിക്കുന്നു, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ന്യൂസുകൾ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. ലീഡ്സ് റിയോട്ട് എന്ന് അടിച്ച് നോക്കി കഴിഞ്ഞാൽ തന്നെ ഒരുപാട് കിട്ടും. അപ്പോൾ ഇന്നത്തെ അപ്ഡേറ്റുകൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് സബ്സ്ക്രൈബ് കാണാം. ബൈ.